Good morning all. Welcome to A Dream Classroom. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബ്ലോക്ക് 2 ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബ്ലോക്ക് 2 8ാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഡാമേജ് അസസ്മെന്റ് അതായത് ഡാമേജ് പറഞ്ഞാൽ എന്താ? കേടുപാടുകൾ. അസസ്മെന്റ് പറഞ്ഞാൽ വിലയിരുത്തുക. അപ്പൊ കേടുപാടുകളെ വിലയിരുത്തൽ, അതാണ് നമ്മളുടെ ഈ യൂണിറ്റ്. നമ്മളിപ്പോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ. അതിന്റെ വിലയിരുത്തൽ പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദുരന്തം ഉണ്ടാവുമ്പോൾ അതിനെന്തൊക്കെ രീതിയിൽ, ഏതൊക്കെ രീതികളും ഏതൊക്കെ മാർഗങ്ങളും സ്വീകരിച്ചിട്ടാണ് അതിനെ അസസ്മെന്റ് ചെയ്യുക, വിലയിരുത്തുക എന്നാണ് നമ്മൾ ഈ 8ാമത്തെ യൂണിറ്റിലൂടെ നോക്കുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്. അതായത് ഡാമേജ് അസസ്മെന്റിന്റെ ഘടകങ്ങൾ. അസസ്മെന്റ് പറഞ്ഞാൽ വിലയിരുത്തൽ. അപ്പൊ ഡാമേജ് വിലയിരുത്തലിന്റെ ഘടകങ്ങൾ. ഡാമേജ് പറഞ്ഞാൽ എന്താ? കേടുപാടുകൾ സംഭവിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാവും അല്ലേ? കെട്ടിടങ്ങൾ നശിക്കും, ഒരുപാട് ആളുകളുടെ വീടുകൾ നശിക്കപ്പെടും, അതേപോലെ തന്നെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? പാലങ്ങൾ കേടുപാടുകൾ സംഭവിക്കും, റോഡുകൾ കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലങ്ങൾ ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനെയൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെ? അപ്പോൾ അതാണ് എലമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ? കേടുപാടുകൾ വിലയിരുത്തുന്നതിന്റെ ഘടകങ്ങൾ, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതായത് ഐഡന്റിഫിക്കേഷൻ നടത്തുക. ഐഡന്റിഫിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ ഐഡന്റിഫൈഡ് ചെയ്യുക, തിരിച്ചറിയുക. എന്ത്? ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതായത് ഡാറ്റ കളക്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഐഡന്റിഫിക്കേഷനും നടത്തുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ട് ഇൻഫർമേഷനും അതേപോലെ തന്നെ ഐഡന്റിഫിക്കേഷനും ചെയ്യുക. നമ്മൾ ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഐഡന്റിഫൈഡും ചെയ്യണം. അതിനെക്കുറിച്ച് എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് ഐഡന്റിഫൈഡ് ചെയ്യുകയും വേണം, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകുകയും വേണം. അടുത്ത പോയിന്റ് ആണ് ഡാറ്റ കളക്ഷൻ ത്രൂ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് പ്രാഥമികവും ദ്വിതീയവുമായ ഉറവിടങ്ങളിൽ നിന്നാണ് ലഭിക്കുക. അതേപോലെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ഡാറ്റ കളക്ഷൻ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? പ്രാഥമികമായിട്ടും ദ്വിതീയമായിട്ടുമായിരിക്കും. ഡാറ്റ കളക്ഷൻ നമുക്ക് ലഭ്യമാകുന്നത് 2 രീതിയിലാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്, പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും ദ്വിതീയ ഉറവിടങ്ങളിൽ നിന്നും ആയിരിക്കും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക. And then third one, analysis of data. ഡാറ്റയെ വിശകലനം ചെയ്യണം. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഡാറ്റയെ വിശകലനം ചെയ്യണം, ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യണം. അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ്, വേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് എഴുതണം. ഡ്രോയിങ് കൺക്ലൂഷൻ, അതിനൊരു കൺക്ലൂഷൻ കൊടുക്കണം. മേക്കിംഗ് ഫോർകാസ്റ്റ്, അത് ഫോർകാസ്റ്റ് ചെയ്യണം. റെക്കമെൻഡേഷൻ ആൻഡ് മെഷേഴ്സ് സജസ്റ്റഡ് ഫോർ ഡിസിഷൻ. അത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ട റെക്കമെൻഡേഷൻസും മെഷേഴ്സും ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം. റെക്കമെൻഡേഷൻ ആൻഡ് മെഷേഴ്സ് സജസ്റ്റഡ് ഫോർ ഡിസിഷൻ മേക്കേഴ്സ്, പ്ലാനേഴ്സ്, ഇംപ്ലിമെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, NGO. അതായത് നമ്മൾ ആരുടെ നിന്നൊക്കെയാണ് റെക്കമെൻഡേഷൻ സ്വീകരിക്കേണ്ടത്? ഡിസിഷൻ മേക്കേഴ്സിൽ നിന്നും
പ്ലാനേഴ്സിൽ നിന്നും ഇംപ്ലിമെന്റേഴ്സിൽ നിന്നും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകളിൽ നിന്നും NGOന്റെ നിന്നൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങളുടെ തീരുമാനങ്ങൾ നമുക്ക് തീരുമാനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി അവരെയൊക്കെ നമ്മൾ സ്വാധീനിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാമേജ് അസസ്മെന്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഡാമേജിനെ വിലയിരുത്തുന്നതിനുള്ള ഘടകങ്ങളായിട്ട് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് സോഴ്സ് ഓഫ് data collection through primary and secondary sources, analysis of data interpretation, report writing, drawing conclusion, making forecast, recommendation and measures suggest for decision makers, planners, implementers, community group, NGO. അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബേസിക് ഡാറ്റ ജനറേറ്റഡ് ഫ്രം ദ ഫ്ലോ ഈസ് ബോട്ടം അപ്പ്. എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഡാറ്റകൾ? പ്രധാനമായും ബേസിക് ഡാറ്റ ജനറേറ്റഡ് ഫ്രം ദ ഫ്ലോ ഈസ് ബോട്ടം അപ്പ്. ബോട്ടം അപ്പ് പറഞ്ഞാൽ എന്താ? താഴെ നിന്നും മുകളിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാന ബേസിക് ഡാറ്റകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ബേസിക് ഡാറ്റകൾ? താഴെ നിന്നും മുകളിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട ബേസിക് ഡാറ്റകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതായത് ഇമ്പാക്ട് വിച്ച് എ ഹസാർഡ് ഹാസ് ഹാഡ് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. അതായത് ഇമ്പാക്ട് വിച്ച് ഹസാർഡ് ഹാസ് ഹാഡ് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. ദുരന്ത ബാധിത പ്രദേശത്ത് ഉണ്ടായേക്കാവുന്ന അപകടത്തിന്റെ ആഘാതം. അപ്പൊ എന്തൊക്കെയാണ് നമ്മള് അടിസ്ഥാനപരമായിട്ട് ഏതൊക്കെ ഡാറ്റയാണ് ശേഖരിക്കേണ്ടത്? ഇമ്പാക്ട് വിച്ച് ഹാഡ് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. ദുരന്ത ബാധിത പ്രദേശത്ത് ഉണ്ടായേക്കാവുന്ന അപകടത്തിന്റെ ആഘാതം. ദുരന്ത ബാധിത പ്രദേശത്ത് ഉണ്ടാകാവുന്ന എന്തിന്റെ ആഘാതമാണ്? അപകടത്തിന്റെ ആഘാതം. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, needs and priority for immediate emergency measures to save and sustain lives of survivors. അതിജീവിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള അടിയന്തര നടപടികളും ആവശ്യങ്ങളുടെ മുൻഗണനകളും. Needs and priority for immediate emergency means to save and sustain lives of survivors. അതായത് ഈ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള അടിയന്തര നടപടികളും അവരുടെ ആവശ്യങ്ങളും മുൻഗണനകൾക്കാണ് പിന്നീട് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആൻഡ് തേർഡ് പോയിന്റ്, റിസോഴ്സ് അവൈലബിൾ ഫോർ യൂസ്. ഉപയോഗത്തിന് ലഭ്യമായ വിഭവങ്ങൾ. റിസോഴ്സസ് അവൈലബിൾ ഫോർ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗത്തിന് ലഭ്യമായ വിഭവങ്ങൾ. ആൻഡ് പോസിബിലിറ്റി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് expediting longer term recovery and development. ദീർഘകാല വീണ്ടെടുക്കലും വികസനവും ത്വരിതപ്പെടുത്തുക. പോസിബിലിറ്റി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് എക്സ്പെൻഡിങ് ലോങ്ങർ ടേം റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ദീർഘകാല വീണ്ടെടുക്കലും വികസനവും. ലോങ് ടേം റിക്കവറി പറഞ്ഞാൽ എന്താണ്? ദീർഘകാലത്തേക്കുള്ള വീണ്ടെടുക്കലും വികസനവും ത്വരിതപ്പെടുത്തുക. അടുത്ത പോയിന്റ് എന്താ? ശ്രദ്ധിച്ചോളൂ. ഡയറക്ടറി ഇൻഫർമേഷൻ, വാല്യൂസ് ഡിപ്പാർട്ട്മെന്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. നമുക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് വിവരങ്ങൾ നൽകുക. അതിനെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഡയറക്ടറി ഇൻഫർമേഷൻ, വാല്യൂസ് ഡിപ്പാർട്ട്മെന്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഹാബിറ്റേഷൻ. അതായത് വില്ലേജ്, ഹാമൽറ്റ്, വാർഡ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? ഗ്രാമീണ തലത്തിലും അതേപോലെ തന്നെ വാർഡ് തലത്തിലൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക. അതായത് ഇവിടെ ഹാബിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് ദുരന്തമുണ്ടായാലും ആ ദുരന്തത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ വില്ലേജ് തലത്തിലും ഹാംലെറ്റ് തലത്തിലും വാർഡ് തലത്തിലും നൽകുക. ആൻഡ് ദെൻ village wise different type of disasters along with
ഡിഗ്രി ഓഫ് റിസ്ക്. ഓരോ ഗ്രാമങ്ങളിലെയും ദുരന്തത്തിന്റെ വ്യാപ്തിയും ആ റിസ്കിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു വില്ലേജ് വൈസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അലോങ് വിത്ത് ഡിഗ്രി ഓഫ് റിസ്ക്. ഓരോ ഗ്രാമത്തിലെയും വ്യത്യസ്തമായിട്ടുള്ള ദുരന്തങ്ങളുടെ റിസ്കിനെ കുറിച്ച് അതിന്റെ ഡിഗ്രി കണക്കാക്കുക. ആൻഡ് ദെൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് പാസ്റ്റ് ഇവന്റ് വിത്ത് ഡാമേജ് ഡീറ്റെയിൽസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് റിലീഫ് എക്സ്പെൻഡിച്ചർ. അതായത് പിന്നീട് എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പാസ്റ്റ് ഇവന്റ് വിത്ത് ഡാമേജ് ഡീറ്റെയിൽസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് റിലീഫ് എക്സ്പെൻഡിച്ചർ. അതായത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായ ഡാമേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ റിലീഫ് ചെലവുകളും എത്രയെന്ന് റെക്കോർഡായിട്ട് സൂക്ഷിക്കുക. ഓരോ സ്ഥലങ്ങളിലും കഴിഞ്ഞു പോയ ഓരോ ദുരന്തങ്ങൾക്കും ചെലവായിട്ടുള്ള റിലീഫിന് ചെലവായിട്ടുള്ള ദുരന്ത മേഖലയില് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുള്ള ഡാമേജിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാനാ പറയുന്നത്, റെക്കോർഡായിട്ട് സൂക്ഷിക്കുക. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, ചരിത്രപരമായിട്ട് ഒരു റെക്കോർഡായിട്ട് അതിനെ സൂക്ഷിക്കുക. ആൻഡ് സെൻസസ് ഡാറ്റ സെറ്റ്. സെൻസസ് ഡാറ്റ സെറ്റ് പറഞ്ഞാൽ എന്താ, അഗ്രികൾച്ചർ, പോപ്പുലേഷൻ സെൻസസ്, ബിൽഡിങ്, വാല്യൂ സ്ട്രക്ചർ ഡീറ്റെയിൽസ്. കൃഷി എത്ര നശിക്കപ്പെട്ടു, ജനസംഖ്യക്ക് എത്ര ജനസംഖ്യയിൽ മരണം ഉണ്ടായി, ബിൽഡിംഗ് എത്ര നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഒരു സെൻസസ് ഡാറ്റ ഉണ്ടാക്കുക. അപ്പോ നമ്മളുടെ ഒരു ദുരന്ത മേഖല പ്രദേശത്ത് നിന്നും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാ പറയുന്നത്, ഡാമേജ് ആയിട്ടുള്ള നമ്മൾ റിലീഫ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, എന്തൊക്കെ ഡാമേജ് സംഭവിച്ചു അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഒരു സെൻസസ് ഡാറ്റ സെറ്റ് ചെയ്യുക. സെൻസസ് ഡാറ്റ സെറ്റ് ചെയ്യുക പറഞ്ഞാല് കാർഷിക മേഖലയിലും ജനസംഖ്യാപരമായിട്ടും ബിൽഡിംഗ് ആയിട്ടും എന്തിനൊക്കെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഒരു കണക്കെടുപ്പ് നടത്തി ഡാറ്റ സെറ്റ് ചെയ്യുന്നതാണ് സെൻസസ് ഡാറ്റ സെറ്റ്. അടുത്ത ടോപ്പിക്കാണ് നെക്സ്റ്റ് ടോപ്പിക്, ഡയമെൻഷൻ ഓഫ് ഡാമേജ് അസസ്മെന്റ്. ഡയമെൻഷൻ ഓഫ് ഡാമേജ് അസസ്മെന്റ്, നാശനഷ്ട വിലയിരുത്തലിന്റെ അളവുകൾ. ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ, ഡാമേജ് പറഞ്ഞാൽ നാശനഷ്ടം, അസസ്മെന്റ് പറഞ്ഞാൽ വിലയിരുത്തൽ. അതിന്റെ അളവുകൾ എന്തൊക്കെയാണ്? പ്രധാനമായും 4 രീതിയിലാണ് അതിന്റെ അളവ് പറയുന്നത്. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, ദാറ്റ് ഈസ് ഡേറ്റ്, ടൈം, എക്സാക്ട് ലൊക്കേഷൻ. അതായത് നാശനഷ്ട വിലയിരുത്തലിന്റെ അളവുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ അവിടെ നോക്കുക? നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, ദാറ്റ് ഈസ് ഡേറ്റ്, എന്നാണ് ദുരന്തം ഉണ്ടായത്. ടൈം, ഏത് ടൈമിനാണ് ഉണ്ടായത്, ഏത് ലൊക്കേഷനിലാണ് ഉണ്ടായത്. അപ്പോ നാശനഷ്ട വിലയിരുത്തലിന്റെ ഡയമെൻഷൻ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ എപ്പോ നടന്നു, ഏത് ഡേറ്റിന്, ഏത് ടൈമിന്, ഏത് ലൊക്കേഷന്, അത് വിലയിരുത്തുക. രണ്ടാമത് എന്താ ചെയ്യാൻ പറയണത്? ഡീറ്റെയിൽസ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഡിസാസ്റ്റർ, ദുരന്തം സംഭവിച്ചതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുക. ഡീറ്റെയിൽസ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഡിസാസ്റ്റർ, അതായത് ദുരന്തം സംഭവിച്ചതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുക. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? റെഗുലർ റിപ്പോർട്ട് റിഗാർഡിംഗ് പ്രോഗ്രസ്, നാശനഷ്ട റെഗുലർ ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. റെഗുലർ റിപ്പോർട്ട് റിഗാർഡിംഗ് പ്രോഗ്രസ് ഓഫ് ഡാമേജ് അസസ്മെന്റ് വർക്ക്, അതായത് നാശനഷ്ട വിലയിരുത്തൽ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. നാശനഷ്ട വിലയിരുത്തൽ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ചിട്ട് എന്തുണ്ടാക്കാനാ പറയുന്നത്? നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റീസ്റ്റോറേഷൻ ഓർ കോംപ്ലീഷൻ ഓഫ് എ പാർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ മിഷൻ, ഒരു പ്രത്യേക പ്രവർത്തനത്തിന്റെയോ ദുരന്തത്തിന്റെയോ പുനഃസ്ഥാപനത്തിന്റെയോ പൂർത്തീകരണത്തിന്റെയോ രീതിയും സമയവും. നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? എക്സ്പെക്റ്റഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റീസ്റ്റോറേഷൻ, കംപ്ലീഷൻ ഓഫ് എ പാർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ മിഷൻ, ഒരു പ്രത്യേക പ്രവർത്തനത്തിന്റെയോ ദൗത്യത്തിന്റെയോ
പുനഃസ്ഥാപനത്തിന്റെയോ പൂർത്തീകരണത്തിന്റെയോ രീതിയും സമയവും. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആൻഡ് ടൈം. എന്ത് എക്സ്പെക്ട് ചെയ്യാനാ പറയുന്നത്? ഡേറ്റും ടൈമും. എന്തിന്റെയൊക്കെ? ഒരു പ്രത്യേക പ്രവർത്തനത്തിന്റെയോ ദൗത്യത്തിന്റെയോ പുനഃസ്ഥാപനത്തിന്റെയോ പൂർത്തീകരണത്തിന്റെ രീതിയും സമയവും. അപ്പൊ ഇതിനെയാണ് ഡയമെൻഷൻ ഓഫ് ഡാമേജ് അസസ്മെന്റ് എന്ന് പറയുക. അതായത് നാശനഷ്ട വിലയിരുത്തലിന്റെ അളവുകൾ. ഇപ്പൊ 3 ടോപ്പിക്കാണ് ഈ 8ാമത്തെ യൂണിറ്റിൽ പറഞ്ഞ എലമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്. ബേസിക് ഡാറ്റ ജനറേറ്റഡ് ഫ്രം ദ ഫ്ലോ ഈസ് ബോട്ടം അപ്പ്, ഡയമെൻഷൻ ഓഫ് ഡാമേജ് അസസ്മെന്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ അത് ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഹായ് കുട്ടികളെ, നമ്മൾ 8ാമത്തെ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഡാറ്റ കളക്ഷൻ വിച്ച് ഈസ് ആൻ ഓൺ ഗോയിങ് ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ. അതായത് പുറത്തു പോയിട്ടുള്ള ആക്ടിവിറ്റികളുമായിട്ടുള്ള ഡാറ്റ കണക്ഷൻ്റെ ബന്ധം. പുറത്തു പോയിട്ടുള്ള ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡാറ്റ കളക്ഷൻ. ഓൺ ഗോയിങ് ആക്ടിവിറ്റി പറഞ്ഞാൽ പുറത്തുള്ള ആക്ടിവിറ്റികളും അതിൻ്റെ ഡാറ്റ കളക്ഷനും അത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. എക്സ്പെർട്ടൈസ് ആൻഡ് അഡ്വൈസ് ഓഫ് സർവേ സ്പെഷ്യലിസ്റ്റ്, യൂസ് ഓഫ് സിമ്പിൾ സർവേ, അതേപോലെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ പ്രിഫറൻസസ്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. എക്സ്പെർട്ടൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സർവേ സ്പെഷ്യലിസ്റ്റ്, യൂസ് ഓഫ് സിമ്പിൾ സർവേ, കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ പ്രിഫറൻസസ്. എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് സർവേ സ്പെഷ്യലിസ്റ്റുകളുടെ വൈദഗ്ധ്യവും ഉപദേശവും. സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ളവരുടെ ഉപദേശം, അഡ്വൈസ്. യൂസ് ഓഫ് സിമ്പിൾ സർവേ, അതേപോലെ തന്നെ സിമ്പിൾ സർവേകളുടെ ഉപയോഗം. കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, സാംസ്കാരിക മനോഭാവം. പേഴ്സണൽ പ്രിഫറൻസസ്, വ്യക്തിഗത മുൻഗണനകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം ഡാറ്റ ശേഖരണം, പുറത്തു പോയിട്ടുള്ള ഡാറ്റ തുടർച്ചയായിട്ടും അതേപോലെ പുറത്തു പോയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എക്സ്പെർട്ടൈസ് ആൻഡ് അഡ്വൈസ് സർവേ സ്പെഷ്യലിസ്റ്റ്. സർവേ സ്പെഷ്യലിസ്റ്റുകൾക്ക് ആരുടെ അഡ്വൈസ്? പരിശീലനം നേടിയവരുടെ. എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ആരാ? പരിശീലനം സിദ്ധിച്ചവരെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെർട്ടൈസ്. അതേപോലെ പിന്നെന്താ വേണ്ട? യൂസ് ഓഫ് സിമ്പിൾ സർവേ. എപ്പോഴും നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ, എന്തിനെ കുറിച്ചും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ സർവേ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. സാമ്പിൾ സർവേയും ഉണ്ട്, സിമ്പിൾ സർവേയും ഉണ്ട്. സിമ്പിൾ സർവേ മെത്തേഡിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ടും ഡാറ്റ കളക്ഷൻ ചെയ്യേണ്ടത്. 3rd പോയിന്റ് എന്താ? കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, സാംസ്കാരിക മനോഭാവം. കാരണം ഓരോരുത്തർക്കും ഡിഫറൻറ്റ് കൾച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മളുടെ സംസ്കാരമാണ് നമ്മൾ നന്നാക്കേണ്ടത്. മറ്റുള്ളവരുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ മോശമായി അഭിപ്രായപ്പെടുകയല്ല വേണ്ടേ. നമ്മുടെ സംസ്കാരം എത്രത്തോളം നമ്മൾ ക്ലിയർ ആക്കുന്നുവോ അപ്പോൾ മറ്റുള്ളവരുടെ സംസ്കാരം താനെ നന്നായി നമുക്ക് തോന്നും. അപ്പൊ ഒരു ഡാറ്റ കളക്ഷൻ, ഇപ്പൊ നമ്മൾ പല വീടുകളിലും എന്ത് ദുരന്തം ഉണ്ടായാലും ഡാറ്റ കളക്ഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൾച്ചർ അത്രയും നല്ല രീതിയിലുള്ള സംസ്കാരമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചാടിക്കടന്നുകൊണ്ട് അവരോട് ഓരോ കാര്യങ്ങൾ തിരക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ട വിധത്തിലുള്ള റിപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതാണ് കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സംസ്കാരമാണ് നമ്മളുടെ എന്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ പ്രിഫറൻസസ്, വ്യക്തിഗത മുൻഗണനകൾ. ആരിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം? ഓരോ വ്യക്തികളും ഓരോ ദുരന്തബാധിത പ്രദേശങ്ങൾ നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരെയാണ്, എത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്.
expertise and advice of survey specialist, use of simple survey, cultural attitude, personal preferences. And then next topic-ലേക്ക് നമുക്ക് കടക്കാം. Concerned department and support group. Concerned department and support group. എന്താണ് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ്, ബന്ധപ്പെട്ട വകുപ്പും അതേപോലെ പിന്തുണകളുടെ ഉള്ള ഗ്രൂപ്പും. അപ്പൊ പരിഗണിക്കപ്പെടുന്ന കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെയുമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. Administration and nodal department concerned to collect all the available disaster related information and compile it at the earliest through the concerned official of the department. അതായത് ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ വഴി എത്രയും വേഗം സമാഹരിക്കേണ്ടത് ബന്ധപ്പെട്ട ഭരണ നോഡൽ വകുപ്പുകളാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് നോഡൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ആരാ? ഭരണവകുപ്പുകൾ, അതാത് ഗവൺമെന്റിനെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ആരിലാണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഭരിക്കുന്നത്. നമ്മളെ കേരളത്തിലാണ് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നത് ആരാണോ? ഇവിടുത്തെ ഗവൺമെന്റ്. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിനാണ് അതിന്റെ ചുമതല. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നോഡൽ ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ടു കളക്ട് ഓൾ ദ അവൈലബിൾ ഡിസാസ്റ്റർ റിലേറ്റഡ് ഇൻഫർമേഷൻ. അതായത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് കമ്പൈൽ ഇറ്റ് ഔട്ട് ദ ഏർലിയസ്റ്റ് ത്രൂ ദ കൺസേൺഡ് ഒഫീഷ്യൽ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. എന്നിട്ട് അവര് വേണം എല്ലാ ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ. അപ്പൊ ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ആര് വേണം വിവരം കൊടുക്കാൻ? അഡ്മിനിസ്ട്രേഷൻ, ഭരണകർത്താക്കളിൽ നിന്നും വിവരം ലഭിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ മേധാവികൾ അതിനു വേണ്ട ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് അതിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നോഡൽ ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ടു കളക്ട് ഓൾ ദ അവൈലബിൾ ഡിസാസ്റ്റർ റിലേറ്റഡ് ഇൻഫർമേഷൻ and compile it at the earliest through the concerned official of the department. അതായത് അഡ്മിനിസ്ട്രേഷൻ ആരാണോ ഭരണകർത്താക്കൾ അവർക്കാണ് ഈ ഇൻഫർമേഷൻ അവർ ശേഖരിക്കണം, അവർ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അവർ ആരിലേക്ക് എത്തിക്കണം? ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കണം. ആൻഡ് ദെൻ രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് support group coordination is very important part of damage assessment. ഡാമേജ് അസസ്മെന്റിന് അത്തരത്തിലുള്ള ഡാമേജ് അസസ്മെന്റിന് ഈ ഒഫീഷ്യൽ ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ഗ്രൂപ്പ് കോർഡിനേഷൻ സപ്പോർട്ട് ഗ്രൂപ്പ് കോർഡിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഡാമേജ് അസസ്മെന്റ്. അതേപോലെ തന്നെ നാശനഷ്ട വിലയിരുത്തലിന്റെ എത്രയും വേഗം സമാഹരിക്കേണ്ടത് ബന്ധപ്പെട്ട ഭരണഘടന അഡ്മിനിസ്ട്രേഷൻസ് ആണെന്ന് പറഞ്ഞു. മാത്രമല്ല നാശനഷ്ട ഇത്തരത്തിലുള്ള ദുരന്ത ബാധിതർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരു വേദിയായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. സപ്പോർട്ട് ഗ്രൂപ്പ് കോർഡിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഡാമേജ് അസസ്മെന്റ്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഇതിനു വേണ്ട എല്ലാ വിധത്തിലുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സപ്പോർട്ടിങ് കൊടുക്കുന്നത് ആരാണ്? ഗ്രൂപ്പ് ഓഫ് കോർഡിനേഷൻ ആണ്. അതുകൊണ്ട് അവരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. They provide a forum with which those affected can share their experience. മാത്രല്ല വളരെയധികം അനുഭവജ്ഞാനികളായിട്ടുള്ള ആളുകളായിരിക്കും ഇതിന്റെ ഭാഗമാകേണ്ടത്. നാശനഷ്ട
വിലയിരുത്തലിന്റെ വളരെ പ്രധാന ഭാഗമാണ് ആര്? സപ്പോർട്ട് ഗ്രൂപ്പ്. ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ? നാശനഷ്ട വിലയിരുത്തൽ. അതിന്റെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ആരാണ്? ഗ്രൂപ്പ് കോർഡിനേഷൻ ആണ്. മാത്രല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ദുരന്ത ബാധിതർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരു വേദിയായി നിൽക്കുന്നു. ദേ പ്രൊവൈഡ് ഫോറം with which those affected can share their experience. മാത്രല്ല ദുരന്ത ബാധിതർ അവർ അനുഭവിച്ച ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിടുന്നതിനുള്ള ഒരു വേദിയായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതായിട്ട് ഉദ്ദേശിക്കുന്നത്? കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ്. അടുത്ത ടോപ്പിക്കാണ് റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ്. റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് എന്താണ്? റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രുതഗതി, പെട്ടെന്ന്. അപ്പൊ ദ്രുതഗതിയിലുള്ള നാശനഷ്ട വിലയിരുത്തൽ. എങ്ങനെയാണ് പെട്ടെന്നുള്ള നാശനഷ്ട വിലയിരുത്തൽ? ഇപ്പൊ കഴിഞ്ഞ വർഷം വയനാട് ദുരന്തം ഉണ്ടായി. അപ്പൊ പെട്ടെന്നൊരു നാശനഷ്ടത്തെ കുറിച്ച് ഒരു വിലയിരുത്തൽ ഉണ്ടായി. അതെങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളിലാണ് ഉണ്ടാവുക? നെയിം ഓഫ് ദ പ്ലേസ്. ആദ്യം നമ്മള് സ്ഥലം, ഏത് സ്ഥലത്താണ് അത് ഉണ്ടായത് എന്ന് നോക്കും. അടുത്തത് കൺസൾട്ടീവ് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ അതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കും. അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഡിസാസ്റ്റർ ഒക്കേറൻസ്, ദുരന്തം നടന്ന തീയതിയും സമയവും എപ്പോഴൊക്കെയാണെന്ന് രേഖപ്പെടുത്തും. ഏരിയ എഫക്റ്റഡ്, അത് എത്രത്തോളം ഏരിയയിൽ എഫക്ട് ചെയ്തിരുന്നു എന്ന് പരിശോധിക്കും. ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജ് ഓർ നെയ്ബർഹുഡ് എഫക്റ്റഡ്, അതായത് എത്രത്തോളം ഗ്രാമങ്ങളെയും നെയ്ബർഹുഡ് പറഞ്ഞാൽ അയൽപ്പക്കങ്ങളെയും അത് എത്രത്തോളം എഫക്ട് ചെയ്തിരുന്നു എന്ന് പരിശോധിക്കും. ടോട്ടൽ പോപ്പുലേഷൻ, മൊത്തം ജനസംഖ്യ, അവിടെ എത്ര ജനസംഖ്യ ഉണ്ട് എന്ന് പരിശോധിക്കും. ഇതിനെയാണ് റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് എന്ന് പറയുക. അപ്പൊ റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ? ദ്രുതഗതിയിലുള്ള നാശനഷ്ട വിലയിരുത്തൽ. ഡാമേജ് പറഞ്ഞാൽ നാശനഷ്ടം, അസസ്മെന്റ് പറഞ്ഞാൽ വിലയിരുത്തതിന്. റാപ്പിഡ് എന്ന് പറയുമ്പോ എന്താണ്? ദ്രുതം, പെട്ടെന്നുള്ള നാശനഷ്ട വിലയിരുത്തല്. ഏതൊക്കെ കേസിലാണ്? എന്തൊക്കെയായിരുന്നു നോക്കുക? നെയിം ഓഫ് ദ പ്ലേസ്, എവിടെയാണ് അത് നടന്നത്. ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഡിസാസ്റ്റർ ഒക്കേറൻസ്, ദുരന്തം നടന്ന തീയതിയും സമയവും. ഏരിയ എഫക്റ്റഡ്, ഏതൊക്കെ ഏരിയകളിലാണ് അത് എഫക്ട് ചെയ്തത്. ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജ് ഓർ നെയ്ബർഹുഡ് ആൻഡ് ടോട്ടൽ പോപ്പുലേഷൻ. ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന, പരിശോധിക്കുകയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് എന്ത്? റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ്. അടുത്തത് ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഡിസാസ്റ്റർ അസസ്മെന്റ്, അതായത് ദുരന്തത്തെ വിലയിരുത്തൽ, അല്ലെ? ദുരന്തത്തെ വിലയിരുത്തൽ അഥവാ ഡിസാസ്റ്റർ അസസ്മെന്റ് എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ. The estimate of a disaster effect can be characterized as a scenario of possible losses and needs. അതായത് എന്താണ് ദുരന്ത വിലയിരുത്തൽ എന്ന് പറഞ്ഞാല്? ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളുടെ കണക്കെടുപ്പിന് സാധ്യമായ ആവശ്യങ്ങളുടെയും സാഹചര്യത്തിൽ അവയെ എന്ത് ചെയ്യാം? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്ന് വിലയിരുത്തപ്പെടുന്നു. എസ്റ്റിമേറ്റ് ചെയ്യാൻ വിലയിരുത്തുക. ഡിസാസ്റ്റേഴ്സ് എഫക്ട്, ഡിസാസ്റ്റർ എത്രത്തോളം എഫക്ട് ചെയ്തിരുന്നു. ക്യാരക്ടറൈസ്ഡ് ആസ് സ്കെനാറിയോ ഓഫ് പോസിബിൾ ലോസസ് ആൻഡ് നീഡ്സ്, എന്തൊക്കെ നഷ്ടങ്ങളാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ദുരന്ത മേഖലയുള്ളവരുടെ അവരുടെ സാഹചര്യം എന്തൊക്കെ എന്നാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഡിസാസ്റ്റർ അസസ്മെന്റ് എന്ന് പറയുക. ഇപ്പൊ ഡിസാസ്റ്റർ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എസ്റ്റിമേഷൻ കൊടുക്കുക, ഒരു വിലയിരുത്തൽ നൽകുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു എസ്റ്റിമേറ്റ് ചെയ്യാറ് എന്താ? ഒരു വിലയിരുത്തുക. ദുരന്തം നടന്ന പ്രദേശത്ത് എത്രത്തോളം ലോസസ് മീൻസ് നഷ്ടങ്ങൾ,
നീഡ്സ്, അവിടെ എന്തൊക്കെ ആവശ്യങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വിലയിരുത്തുകയും അതിനു വേണ്ട അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിസാസ്റ്റർ അസസ്മെന്റ്. ആൻഡ് ദെൻ എസ്റ്റിമേറ്റ് ക്യാൻ then be created that anticipate the resources that are required to respond to the loss. എത്രത്തോളം അവിടെ നഷ്ടം സംഭവിച്ചു, അതിനെ ആ നഷ്ടത്തെ എങ്ങനെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയും അല്ലെ. അതായത് അവിടെ എത്രത്തോളം ഇനി വിഭവങ്ങൾ ആവശ്യമാണ്. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വിഭവങ്ങളുടെ ആവശ്യം, അവിടെ എത്രത്തോളം വിഭവങ്ങൾ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വവും അതിനു വേണ്ടൊക്കെ പ്രവർത്തികളും എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ദുരന്തം നടന്ന പ്രദേശത്ത് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അത് എത്രത്തോളം അവിടെ വിഭവങ്ങൾ ആവശ്യമായി വരും തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ട ഉത്തരവാദിത്വം നൽകുക. ആൻഡ് ദെൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ നൽകേണ്ടത്? എസ്റ്റിമേറ്റ് ഇൻക്ലൂഡ് കമ്മ്യൂണിറ്റി. ഒരുപാട് കമ്മ്യൂണിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഫുഡ്, മെഡിസിൻ, മാൻ പവർ, മെഷീനറി, മണി റിക്വയർമെന്റ് ഫോർ ഗെറ്റിംഗ് റിലീഫ് ടു ദ പൊട്ടൻഷ്യൽ വിക്ടിംസ്. അപ്പോ അവിടെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് റിലീഫ് ആയിട്ട് ചെയ്യേണ്ടത്? ഫുഡ് വേണം, മെഡിസിൻ വേണം, മാൻ പവർ എന്നാണ് ഓരോ മനുഷ്യന്റെയും ശക്തി അവിടെ ഉപയോഗിക്കണം, മെഷീനറി വേണം, മണി റിക്വയർമെന്റ് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രദേശത്ത് നൽകുകയും അതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസാസ്റ്റർ അസസ്മെന്റ്. വാട്ട് ഈസ് മീൻ ബൈ disaster assessment? The estimate of a disaster effect can be characterized as scenario of possible losses and needs. Estimate can then be created that anticipate the resources that are required to respond to the loss. The estimate include community of food, medicine, manpower and machinery and money requirements. And next ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്. എന്തൊക്കെയാണ് ഫ്രെയിംവർക്ക്? ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട ഒരു മുഖവുരയും രീതികളും ഏതൊക്കെയെന്ന്. പ്രധാനമായും 2 ഫ്രെയിംവർക്കും അതിന്റെ മെത്തേഡ്സും ആണ് ഇവിടെ പറയുന്നത്. ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂവും നീഡ്സ് അനാലിസിസും. അതായത് അവിടുത്തെ സിറ്റുവേഷന്റെ ഒരു കാഴ്ച, അവിടുത്തെ സാഹചര്യത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും. നീഡ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തെ വിശകലനം ചെയ്യലും. അതെന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റില് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സ് ഒരു ടോപ്പിക് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അതിൽ വരുന്ന 2 പോയിന്റാണ് ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂവും നീഡ്സ് അനാലിസിസും. ഈ നീഡ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ. നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ വസ്തുക്കൾ, ഫുഡ്, മെഡിസിൻ, അതേപോലെ തന്നെ ഷെൽട്ടർ തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെയാണ് നീഡ്സ് അനാലിസിസ് എന്ന് പറയുക. പക്ഷെ നമുക്ക് എന്താണ് ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ? ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ എന്തായെന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ പറയുമ്പോൾ അത് കാഴ്ചപ്പാടാണ്, ഓവർവ്യൂ ചെയ്യാണ്. ദുരന്ത മേഖലയെ പെട്ടെന്ന് തന്നെ വിലയിരുത്തണം. അവിടെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ട്, ആ നാശനഷ്ടങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെയാണ് പരിഹാരം അതിന് കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ. അപ്പൊ നമുക്കതിലെ ഫസ്റ്റ് പോയിന്റിന്റെ ഫസ്റ്റ് വ്യൂ ആണ് ടീച്ചർ പറയണത്, ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ. ഇതാണ് നമ്മൾ ഇവിടെ പറയണത്. ശ്രദ്ധിച്ചോളൂ. ദ ഫസ്റ്റ് പാർട്ട് ഈസ് meant to bring to attention the amount of damage done by the disaster in the area concerned. Normally it is time bound activity and required to be put forth in the first 8 hours of the appearing of the event. അതായത് ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭാഗം ബന്ധപ്പെട്ട പ്രദേശത്ത് ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ അളവ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സാധാരണയായി ഇത് സമയബന്ധിത പ്രവർത്തനമാണ്. സംഭവം നടന്ന ആദ്യത്തെ 8 മണിക്കൂറിനുള്ളിൽ ഇത് അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇൻ ദ ഫസ്റ്റ് 8 hours of the
അപ്പിയറിംഗ് ഓഫ് ദ ഇവന്റ്. ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാല് ഇവന്റ് നടന്നു കഴിഞ്ഞ സ്ഥലത്ത് നിന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ആ കാര്യങ്ങൾ 8 മണിക്കൂറിനുള്ളിലെങ്കിലും എല്ലാവരേക്കും അറിയിപ്പ് കിട്ടണം. സാധാരണ 8 മണിക്കൂറല്ല, അതിന്റെ മുന്നേ തന്നെ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാണ്. എങ്കിലും ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the first part is meant to bring to attention the amount of damage done by the disaster in the area concerned. അതായത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട പ്രദേശത്ത് ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ അളവ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദുരന്തമുണ്ടായിട്ടുള്ള ആ ഡിസാസ്റ്റർ ഏരിയനെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല, it is time bound activity and required to be put forth in the first 8 hours of the appearing of the event. സാധാരണയായി ഇത് സമയബന്ധിത പ്രവർത്തനമാണ്. സംഭവം നടന്ന ആദ്യത്തെ 8 മണിക്കൂറിനുള്ളിൽ ഇത് അവതരിപ്പിക്കേണ്ടതാണ്. 8 മണിക്കൂറിന്റെ ഉള്ളിലെങ്കിലും ഈ സംഭവത്തെ കുറിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. എന്താ ISO പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ. ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ അഥവാ എന്താണ്? പ്രാരംഭ സ്ഥിതി അവലോകനം. തുടക്കത്തിൽ തന്നെ സിറ്റുവേഷൻ ഓവർവ്യൂ ചെയ്യുക എന്താ? അവലോകനം നടത്തുക. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ അഥവാ ISO. ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ often involve observation from an aircraft, sometimes satellite, photograph, various other report. അപ്പൊ ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂയിലെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷണം. എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്? എയർക്രാഫ്റ്റ്, അതേപോലെ തന്നെ സാറ്റലൈറ്റ്, ഫോട്ടോഗ്രാഫ്, വേരിയസ് അതർ റിപ്പോർട്ട്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ISO അഥവാ ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്ത മുഖത്തിൽ നിന്നും പ്രാരംഭഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക മാത്രമല്ല അതിനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എന്തൊക്കെ വഴിയാണ്, എന്തൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് നിരീക്ഷിക്കുന്നത്? എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, ഫോട്ടോഗ്രാഫ്, വേരിയസ് അതർ റിപ്പോർട്ട് ആൻഡ് സോഷ്യൽ മീഡിയാസുകൾ വഴിയും അതേപോലെ തന്നെ സാറ്റലൈറ്റ് വഴിയും എയർക്രാഫ്റ്റ് വഴിയും ഫോട്ടോഗ്രാഫ് വഴിയൊക്കെ അതിനെ കൂടുതൽ നിരീക്ഷണം നടത്തുന്നതിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ അഥവാ ISO. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നീഡ്സ് അനാലിസിസ് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആവശ്യമായ ഘടകങ്ങൾ വിശകലനം ചെയ്യുക. നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യം. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യം ഉണ്ടാകും? ആദ്യത്തെ അവിടുത്തെ ആവശ്യം എന്തായിരിക്കും? നമുക്ക് ആലോചിക്കുമ്പോ തന്നെ കിട്ടും. ഭക്ഷണം, വെള്ളവും വാട്ടറും ഫുഡുമാണ് പ്രധാന ആവശ്യം. പിന്നെ മെഡിസിൻസ്, പിന്നെ അവർക്ക് വേണ്ട കെയറിങ്ങും മെഡിസിൻസും ഒക്കെയാണ്. പിന്നെ ഷെൽട്ടർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നീഡ്സുകളായിട്ട് പറയുന്നത്. അപ്പോ ഒരു ദുരന്ത മുഖത്ത് വേണ്ട നീഡ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യ ഘടകങ്ങളുണ്ടോ അതിനൊക്കെ വിശകലനം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നീഡ്സ് അനാലിസിസ്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അസസിങ് ലോസ് ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ്. അതായത് അസസിങ് ലോസ്, ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടത്തെ വിലയിരുത്തുക. ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന്റെ ഡാമേജുകളെയും നഷ്ടത്തെയും വിലയിരുത്തുക. നമുക്കറിയാം ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമാണ്. അപ്പൊ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ലോസും ഉണ്ടാവും, ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ ഡാമേജ് ആയിട്ടുണ്ടാവും, പിന്നെ പറയാണ്ടാവില്ല അല്ലെ. അപ്പോ ആ നഷ്ടത്തിനെയും മനുഷ്യ ജീവിതത്തിന്റെ ഡാമേജിനെയും ഏതൊക്കെ രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നാണ് ഇനി നമുക്ക് വിശകലനം ചെയ്യാനുള്ള ടോപ്പിക്ക്. ശ്രദ്ധിച്ചോളൂ. അവിടെ ഏതൊക്കെ രീതിയിലാണ് നഷ്ടത്തെയും അതേപോലെ തന്നെ ഡാമേജിനെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തില് the loss of human lives affect many other aspects for the lives of survivors which are
ക്രിറ്റിക്കൽ ഫോർ എ ഡിഗ്നിഫൈഡ് ലിവിങ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിറ്റിക്കൽ ആയിട്ടുള്ള വളരെയധികം ക്രിറ്റിക്കൽ സ്റ്റേജ്. നമുക്കറിയാം മനുഷ്യ ജീവനുകളുടെ നഷ്ടം അതിജീവിച്ചവരുടെ ജീവിതത്തിന്റെ പല വശങ്ങളും നമ്മൾ അവിടെ നോക്കണം. മാത്രല്ല ലോസ് ഓഫ് ഹ്യൂമൻ ലീവ്സ് എഫക്ട് മെനി അതർ ആസ്പെക്ട് ഫോർ ദ ലീവ്സ് ഓഫ് സർവൈവേഴ്സ്. അതായത് മനുഷ്യ ജീവനുകളുടെ നഷ്ടം അതിജീവിച്ചവരുടെ ജീവിതത്തിന്റെ മറ്റു പല വശങ്ങളുമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നത്. എത്രത്തോളം അവർ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ നേരിട്ടു. ക്രിറ്റിക്കൽ ഫോർ എ ഡിഗ്നിഫൈഡ് ലിവിങ്. അവരുടെ അതായത് ഹ്യൂമൻ ലീവ്സിന്റെ നഷ്ടങ്ങളും അവരനുഭവിക്കപ്പെട്ട ക്രിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനും അവർ അതിനെ എങ്ങനെ സർവൈവൽ ചെയ്തു, അതിജീവിച്ചു എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. The loss of human lives affect many other aspects for the lives of survivors which are critical for a dignified living. അതായത് നമുക്കറിയാം മനുഷ്യ ജീവനുകളുടെ നഷ്ടം അതിജീവിച്ചവരുടെ ജീവിതത്തിന്റെ പല വശങ്ങളും എങ്ങനെ ബാധിക്കുന്നു. നഷ്ട വിലയിരുത്തൽ നടത്തുന്ന ബാധ്യത. അപ്പൊ അവിടെ ക്രിറ്റിക്കലായിട്ട് എന്തെല്ലാം ക്രിറ്റിക്കൽ സാഹചര്യങ്ങൾ അവിടെ അവർ ഫേസ് ചെയ്തിരുന്നു, അതിജീവിച്ചിരുന്നു എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഫോർ സച്ച് അസസ്മെന്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് ഡാറ്റ റിഗാർഡിംഗ് ഡെത്ത്, പെർമനന്റ് ഡിസബിലിറ്റി, മേജർ ഇഞ്ചൂറിയസ്, മൈനർ ഇഞ്ചൂറിയസ് ആൻഡ് മിസ്സിംഗ് പീപ്പിൾ. പിന്നെ എന്തൊക്കെയാ അവിടെ അസസ്മെന്റ് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്? ഡെത്ത്, എത്ര ആളുകൾ മരണപ്പെട്ടു. പെർമനന്റ് ഡിസബിലിറ്റി, ചില ദുരന്തമൊക്കെ ഉണ്ടായ പിന്നെ പെർമനന്റ് ഡിസബിലിറ്റി പറഞ്ഞാൽ എന്താ? അംഗവൈകല്യം. പെർമനന്റ് ഡിസബിലിറ്റി പറഞ്ഞാൽ എന്താ? പെർമനന്റ് ആയിട്ട് അംഗവൈകല്യരാവും. എന്നാൽ ചില ദുരന്തമുഖങ്ങളിൽ ദുരന്തം നേരിട്ട ആളുകള് കൈ നഷ്ടപ്പെടും, കാല് നഷ്ടപ്പെടും, കണ്ണ് നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ബോഡി പാർട്സുകൾ പല അവയവങ്ങളും നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് അവരുടെ നഷ്ടം തന്നെയാണ്. അത് പെർമനന്റ് ഡിസബിലിറ്റി ആണ്. അപ്പൊ അത് പെർമനന്റ് ഡിസബിലിറ്റി. മേജർ ഇഞ്ചൂറിയസ്, അതേപോലെ തന്നെ മേജർ ഇഞ്ചൂറിയസ് ആണ് എത്രത്തോളം അവരിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കി. മൈനർ ഇഞ്ചൂറിയസ്, മൈനർ ആണ് എത്രത്തോളം ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കി. മിസ്സിംഗ് പീപ്പിൾ, എത്ര ആളുകളെ കാണാതായി. ഇതൊക്കെ വിലയിരുത്തുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസസിംഗ് ലോസ് ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ്. അസസിംഗ് ലോസ് ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിയുടെയും അതിജീവനം അവർ ഏത് രീതിയിലാണ്, എന്തൊക്കെ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തിരുന്നു എന്ന് വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ മരണം നോക്കും, ഡെത്ത് നോക്കും, പെർമനന്റ് ഡിസബിലിറ്റി നോക്കും, മേജർ ഇഞ്ചൂറിയസ് നോക്കും, മൈനർ ഇഞ്ചൂറിയസ് നോക്കും, മിസ്സിംഗ് പീപ്പിൾ, എത്ര ആളുകളെ കാണാതായി എന്നും വിലയിരുത്തപ്പെടും. It is important to pay attention to certain special group of people who tend to get left out in the enumeration process. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? For such assessment it is useful to have data it is important to pay attention to certain special group of people who tend to get left out in the enumeration process. കുടിയേറ്റ തൊഴിലാളികൾ, അതേപോലെ തന്നെ പിന്നെ ആരാണ്? It is important to pay attention to certain special group of people who tend to get left out in enumeration process. അതായത് മൈഗ്രന്റ് വർക്കേഴ്സ്, ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ എഴുതിയിരുന്നില്ല കേട്ടോ. ഈ എനുമറേഷൻ പ്രോസസ് ആരിലേക്കൊക്കെ വേണ്ടേ? എനുമറേഷൻ പ്രോസസ് മൈഗ്രന്റ് വർക്കേഴ്സ്, കുടിയേറ്റ തൊഴിലാളികളെ, പിന്നെ ടൂറിസ്റ്റുകളെ, ട്രാവലേഴ്സ്, ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കൊക്കെ വേണ്ടി എന്ത് വേണമെന്നാ പറയുന്നത്? ഒരു എനുമറേഷൻ പ്രോസസ് തന്നെ. അതിനു വേണ്ട പണം അവിടെ ചെലവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പേ attention to certain special group of people who tend to get left out in the enumeration process. ആർക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ മണി പേയ്മെന്റ് ചെയ്യേണ്ടത്? ആർക്കൊക്കെ വേണ്ടിയാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കും
വർക്കേഴ്സിനും അതേപോലെ തന്നെ പിന്നെ ആർക്കാണ് ട്രാവലേഴ്സ് യാത്രക്കാർക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടും എനുമറേഷൻ പ്രോസസ്സുകൾ ചെയ്യണം. It is essential to have assessment methodology that uses the community information and is credible for the humanitarian response planners. അതേപോലെ തന്നെ പിന്നെന്താണ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് അസസ്മെന്റ് മെത്തഡോളജി. ഇവിടെ മാനുഷിക പ്രതികരണ ഇവിടെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് അസസ്മെന്റ് മെത്തഡോളജി, പലതരത്തിലുള്ള മെത്തഡോളജികൾ വിലയിരുത്തിക്കൊണ്ടും ദാറ്റ് യൂസ് ദ കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ, കമ്മ്യൂണിറ്റിക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടും ഇറ്റ് ഈസ് ക്രെഡിബിൾ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് പ്ലാനേഴ്സ്, അങ്ങനെ മനുഷ്യന് വേണ്ട എല്ലാവിധ ആസൂത്രണങ്ങളും ഇൻഫർമേഷൻസും മെത്തഡോളജി ഒക്കെ നൽകിക്കൊണ്ട് അവരേനെ ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് ടു പ്ലാനേഴ്സ് എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് അസസ്മെന്റ് മെത്തഡോളജി, പലതരത്തിലുള്ള മെത്തഡോളജികൾ ചെയ്യാം, രീതികൾ ചെയ്യുക. ഏതൊക്കെ രീതിയില്? യൂസസ് ദ കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിബിൾ ഫോർ ദ ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് പ്ലാനേഴ്സ്, അതായത് ആ ദുരന്തം ഉണ്ടായ സ്ഥലത്തിലുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻസും അതേപോലെ തന്നെ അവരുടെ മേലൊരു ഉത്തരവാദിത്വവും ആസൂത്രണം ഒക്കെ നൽകണം എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്സസിങ് ലോസ് ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് പോയിന്റ് ആക്കി എഴുതിയിരുന്നു. 1, 2 അതേപോലെ 3, 4, ഏകദേശം 4 പോയിന്റുകളാണ് ആക്സസിങ് ലോസ് ആൻഡ് ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തത് ആക്സസിങ് ഡാമേജ് ടു ഹൗസിങ്. കേട് വന്ന വീടുകളെ എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്യുക, വിലയിരുത്തുക. ഇപ്പൊ നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ വീടുകൾ തീർച്ചയായിട്ടും കേടുപാടുകൾ സംഭവിക്കും. ഏതൊക്കെ രീതിയിലാണ് വീടുകളുടെ കേടുപാടുകൾ വിലയിരുത്തുക? ആദ്യം എന്താ ചെയ്യുക? ഏരിയ ട്രാൻസ്ഫർ. കേട് വന്ന വീടുകളുള്ള ആളുകളോട് എന്ത് പറയും? ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യുക എന്താണ്? വേറൊരു സ്ഥലത്തേക്ക് മാറുക. ഏരിയ ട്രാൻസ്ഫർ. ആ ഏരിയ മാറി താമസിക്കുക. പിന്നെന്താ? ഹാബിറ്റന്റ് മാപ്പിംഗ്. ഇൻഫർമേഷൻ സച്ച് ആസ് ഹൗസ് ടൈപ്പ്, ഡാമേജ് കാറ്റഗറി, വാല്യുറബിൾ കാറ്റഗറി. അതായത് ഒരു മാപ്പ്, ഇത്തരത്തിലുള്ള ഇങ്ങനെ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളുടെ ഒരു മാപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ഇൻഫർമേഷൻ നൽകുക. ഡാമേജ് കാറ്റഗറി ഉണ്ട്, വാല്യുറബിൾ കാറ്റഗറി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ മലയുടെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ പറയും അല്ലെ? അപ്പൊ അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ടൊരു മാപ്പിംഗ് ചെയ്യുക. ഏതൊക്കെ ഏരിയയിലാണ് എങ്ങനെ ദുരന്തം ഉണ്ടാവുക, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കില്, ഇന്ന പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറണം. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കുക. അതേപോലെ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ. ദുരന്തം ഉണ്ടാകുന്ന പ്രദേശങ്ങളെ ഫോട്ടോഗ്രാഫിക് അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ആ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. ഹൗസ് ഹോൾഡ് ലെവൽ സർവേ, അതേപോലെ തന്നെ ഒരു ഹൗസ് ഹോൾഡ് ലെവൽ സർവേ നടത്തുക. ഇതൊക്കെയാണ് ഒരു ആക്സസിങ് ഡാമേജ് ടു ഹൗസിങ്, അതായത് ഒരു വീടുകളുടെ ഡാമേജിനെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ 4 ഘടകങ്ങളാണ് ഉള്ളത്. ഏരിയ ട്രാൻസ്ഫർ, ഹാബിറ്റന്റ് മാപ്പിംഗ്, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ, ഹൗസ് ഹോൾഡ് ലെവൽ സർവേ. അപ്പോ ആക്സസിങ് ഡാമേജ് ടു ഹൗസിങ് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ്സ്: ഏരിയ ട്രാൻസ്ഫർ, ഹാബിറ്റന്റ് മാപ്പിംഗ്, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ, ഹൗസ് ഹോൾഡ് ലെവൽ സർവേ. ആൻഡ് ദെൻ ലാസ്റ്റ് ടോപ്പിക് ആണ് ആക്സസിങ് ഡാമേജ് ടു കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ആക്സസിങ് ഡാമേജ് ടു കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറൽ മേഖലയിലെ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഡാമേജ് എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുക? 3 രീതിയിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജിനെ വിലയിരുത്തുക: ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ്, ഏരിയ ലെവൽ സർവേ,
ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ. ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് കേടുപാടുകൾ സംഭവിച്ചത്, ഏതൊക്കെ അടിസ്ഥാന ഘടകങ്ങളുടെ മേലാണ് കേടുപാടുകൾ സംഭവിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലുകൾ കേടുപാടുകൾ സംഭവിക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, പലതരത്തിലുള്ള ഓഫീസുകൾ കേടുപാടുകൾ അങ്ങനെ നമ്മളുടെ അത്യാവശ്യ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾക്കും ചില സമയത്ത് ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോ അതിന്റെ വിലയിരുത്തലാണ്. അപ്പൊ ആക്സസിങ് ഡാമേജ് ടു കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറിനെ വിലയിരുത്തുമ്പോ എന്തൊക്കെയാ നോക്കുക? ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ് നോക്കും, ഏരിയ ലെവൽ സർവേ നോക്കും, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾക്ക് എൻവയോൺമെന്റ്, ആക്സസിങ് ഡാമേജ് ടു എൻവയോൺമെന്റ് ആണ് നോക്കാനുള്ളത്. പ്രകൃതിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിലെടുത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സിൽ 2 പോയിന്റ്, ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ, ന്യൂസ് അനാലിസിസ് നമുക്ക് അറിയാം. പിന്നെ ആക്സസിങ് ലോസ് ആൻഡ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ് എന്താന്ന് നമ്മൾ നോക്കി. ആക്സസിങ് ഡാമേജ് ടു ഹൗസിംഗ് നോക്കി. ഹൗസ് ഹോൾഡ് ലെവൽ സർവേ നോക്കി. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ കുട്ടികളെ, യൂണിറ്റ് 8 ഡിസാസ്റ്റർ മാനേജ്മെന്റില് യൂണിറ്റ് 8 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആക്സസിങ് ഡാമേജ് ടു എൻവയോൺമെന്റ്. ആക്സസിങ് ഡാമേജ് ടു എൻവയോൺമെന്റ് അതായത് പരിസ്ഥിതിയുമായി വരുന്ന പ്രശ്നങ്ങളെ, ഡാമേജുകളെ വിലയിരുത്തൽ. എന്തൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നവുമായി വരുന്ന എൻവയോൺമെന്റൽ ആയിട്ടുണ്ടാകുന്ന ഡാമേജിനെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും? പ്രധാനമായും 6 പോയിന്റുകളാണ് വരുന്നത്. യുണിക് അൺഇനീഷ്യൽ ലാൻഡ് ഫോം ചേഞ്ചസ്, അതായത് ലാൻഡ്, ഭൂമിയുടെ ആ യുണിക് ആയിട്ടുള്ള ആ ഒരു സ്ഥിരത എന്ത് ചെയ്യപ്പെടും? മാറ്റം ചെയ്യപ്പെടുന്നു. യുണിക് അൺഇനീഷ്യൽ ലാൻഡ് ഫോം ചേഞ്ചസ്. സെക്കൻഡ് പോയിന്റ്, ചേഞ്ചസ് ഇൻ നാച്ചുറൽ ഡ്രെയിനേജ്. അതേപോലെ തന്നെ ഡ്രെയിനേജ്, ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോർച്ച സംഭവിക്കുക, പ്രകൃതിക്ക് ചോർച്ച സംഭവിക്കുന്നതിൽ മാറ്റം. അതൊക്കെ അപ്പൊ അതിലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നു. ചോർച്ച സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സുഷിരങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാം, പ്രകൃതിയില് അമിതമായിട്ട് ചൂട് കൂടുമ്പോഴൊക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓസോൺ പാളിക്കൊക്കെ ഡ്രെയിനേജ് സംഭവിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ സോയിൽ ഡിഗ്രഡേഷൻ, അതേപോലെ ഡെസ്ട്രക്ഷൻ ഓഫ് ട്രീ, മരങ്ങൾ വെട്ടിമുറിക്കുക, വാട്ടർ വാട്ടർ കണ്ടെയ്മിനേഷൻ, ലോസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഓർ ദയർ നാച്ചുറൽ ഹാബിറ്റന്റ്. ഇതൊക്കെയാണ് നമ്മളുടെ എൻവയോൺമെന്റൽ ഡാമേജ് അസസിങ് ആയിട്ട് പറയുന്നത്. എൻവയോൺമെന്റൽ ഡാമേജ് അസസിങ് ആയിട്ട് ഏകദേശം 6 പോയിന്റ് ആണ്. യുണിക് അൺഇനീഷ്യൽ ലാൻഡ് ഫോം ചേഞ്ചസ്, ചേഞ്ചസ് ഇൻ നാച്ചുറൽ ഡ്രെയിനേജ്, സോയിൽ ഡിഗ്രഡേഷൻ, അതേപോലെ തന്നെ സോയിൽ, മണ്ണൊലിപ്പ്, സോയിൽ ഡിഗ്രഡേഷൻ, ഡെസ്ട്രക്ഷൻ ഓഫ് ട്രീസ്, വാട്ടർ കണ്ടെയ്മിനേഷൻ, അതേപോലെ തന്നെ ലോസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഓർ ദയർ നാച്ചുറൽ ഹാബിറ്റന്റ്. ഇതൊക്കെയാണ് പ്രകൃതിക്ക് സംഭവിക്കുന്ന ഡാമേജുകളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പ്രകൃതിക്ക് സംഭവിക്കുന്ന ഡാമേജുകളാണ് ഈ 6 പോയിന്റ്. അടുത്തത് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എൻവയോൺമെന്റൽ ഡാമേജ് അസസ്മെന്റ്. എൻവയോൺമെന്റൽ ഡാമേജ് അസസ്മെന്റിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള രീതികൾ എന്തൊക്കെയാണ്, മെത്തേഡ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൽ റിസോഴ്സ് മാപ്പിംഗ്, ഏരിയ ട്രാൻസ്ഫെക്റ്റിംഗ്, 2 രീതികൾ ഉപയോഗിച്ച് നമ്മൾക്ക് എൻവയോൺമെന്റൽ ഡാമേജ് അസസ്മെന്റ്, 2 മെത്തേഡുകൾ ഉപയോഗിച്ച് എൻവയോൺമെന്റൽ ഡാമേജ് അസസ്മെന്റ് ചെയ്യാം. റിസോഴ്സ് മാപ്പിംഗിലൂടെയും ചെയ്യാം, ഏരിയ ട്രാൻസ്ഫെക്റ്റിലൂടെയും ചെയ്യാം. റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് വാരിയസ് എലമെന്റ് ഓഫ് ദ ecosystem in which the settlement exist like type of plantation, forest, natural water resources. അപ്പൊ റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ്? എക്കോസിസ്റ്റം, പ്രകൃതിയെ ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രകൃതി രമണീയമാക്കുക.
ഏതൊക്കെ രീതിയിലാണ് പ്രകൃതിയെ അതായത് നമ്മുടെ എൻവയോൺമെന്റിന്റെ ഡാമേജ് വിലയിരുത്തുമ്പോൾ 2 മെത്തേഡുകളാണ് വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതൊക്കെ മെത്തേഡുകളാണ്? റിസോഴ്സ് മാപ്പിങ്ങും ഏരിയ ട്രാൻസെപ്റ്റും. റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലാന്റേഷൻ വരും, ഫോറസ്റ്റ് വരും, നാച്ചുറൽ വാട്ടർ റിസോഴ്സ് വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എൻവയോൺമെന്റൽ പ്രകൃതിയുടെ ഡാമേജിനെ വിലയിരുത്തുമ്പോൾ വേണ്ട മെത്തേഡ് റിസോഴ്സ് മാപ്പിംഗ്. അപ്പൊ നമ്മൾ എക്കോസിസ്റ്റം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രകൃതിയെ രമണീയമാക്കുക, പ്രകൃതി ഭംഗി നിലനിർത്തുക. ഏതൊക്കെ രീതിയിലൂടെ? പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ട്, ഫോറസ്റ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട്, ശുദ്ധജലത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യുമ്പോഴാണ് അതിന് പറയുന്ന പേരാണ് റിസോഴ്സ് മാപ്പിംഗ്. അടുത്തതാണ് ഏരിയ ട്രാൻസെപ്റ്റ്. ഏരിയ ട്രാൻസെപ്റ്റ് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് ദുരന്തം അനുഭവപ്പെടുന്ന ഏരിയയാണ് എന്ന് മനസ്സിലായാൽ ആ ഭാഗത്ത് നിന്നും പരിവർത്തനം ചെയ്യുക, മാറി താമസിക്കുക. ഒരു ദുരന്തം ഫേസ് ചെയ്യുന്ന ഏരിയയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുക, മാറുക. അതിനെ പറയുന്ന പേരാണ് ട്രാൻസെപ്റ്റ്. അടുത്ത ടോപ്പിക്കാണ് അസാസിംഗ് ലോസ് ഓഫ് ലീവ്ലിഹുഡ്. എന്താണ് ലീവ്ലിഹുഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ജീവനോപാധിയുടെ നഷ്ടം വിലയിരുത്തൽ. ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ലിവ്ലിഹുഡ് ഒരുപാട് നഷ്ടം സംഭവിക്കും. ജീവനോപാധിക്ക് ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ, ലോസ് സംഭവിക്കും. അപ്പൊ അതിന്റെ വിലയിരുത്തൽ എന്തൊക്കെയെന്ന്. ഡിസാസ്റ്റർ ഹാവ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ സോഷ്യോ എക്കണോമിക് well-being of the community. Disasters have significant impact on ദുരന്തത്തിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്ട്, പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ, സൊസൈറ്റിയുടെ അഥവാ ഒരു കമ്മ്യൂണിറ്റിയുടെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ വരുന്ന പ്രശ്നങ്ങളെയാണ് ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഡിഫറെന്റ് ഓക്യുപ്പേഷൻ എക്സ്പീരിയൻസ് വാരി ഇൻ എക്സ്റ്റെന്റ് ഓഫ് വാലറബിലിറ്റി ടു ഡിഫറെന്റ് ഡിസാസ്റ്റർ. പലതരത്തിലുള്ള ഡിഫറെന്റ് ഓക്യുപ്പേഷൻ, വ്യത്യസ്ത തൊഴിലുകളും വ്യത്യസ്ത പരിശീലനമുള്ളവരായിട്ടുള്ള ആളുകളൊക്കെ ചില സമയത്ത് എന്തായിത്തീരുന്നു? ദുർബലരാക്കപ്പെടുന്നു. അതൊക്കെ ജീവിതോപാധിയുടെ നഷ്ടത്തിന് കാരണമാകും. വ്യത്യസ്ത തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതമാർഗം പോലും നഷ്ടപ്പെടാൻ എന്ത് കാരണമാകും? ഡിസാസ്റ്റർ കാരണമാകും. അപ്പൊ അത് ഏതിന്റെ ഒരു നഷ്ടമാണ്? ലീവ്ലിഹുഡിന്റെ നഷ്ടമായിട്ടാണ്, ജീവനോപാധിയുടെ നഷ്ടമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ലോസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറി. എക്കണോമിക് സാമ്പത്തിക നഷ്ടത്തെ 2 ആക്കി തരംതിരിക്കാം. ഡയറക്റ്റ് ഡാമേജ് ആൻഡ് ഇൻഡയറക്റ്റ് ഡാമേജ്. സാമ്പത്തിക നഷ്ടത്തെ ഇവിടെ 2 കാറ്റഗറികളാക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെ കാറ്റഗറികളാണ്? ഡയറക്റ്റ് ഡാമേജും, സാമ്പത്തിക നഷ്ടം ഡയറക്റ്റ് ആയിട്ടും വരാം, ഇൻഡയറക്റ്റ് ആയിട്ടും വരാം, നേരിട്ടിട്ടും വരാം, അല്ലാതെയും വരാം. അപ്പൊ 2 രീതിയിലാണ് സാമ്പത്തിക നഷ്ടത്തെ ഇവിടെ തരംതിരിക്കുന്നത്. ഡയറക്റ്റ് ഡാമേജ് ആൻഡ് ഇൻഡയറക്റ്റ് ഡാമേജ്. അതിൽ ഡയറക്റ്റ് ഡാമേജ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ഡാമേജ് അസസ്മെന്റ് ഇൻക്ലൂഡ് ലോസസ് ഇൻ അഗ്രികൾച്ചർ, ഫിഷറീസ്, ലോക്കൽ ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പൊ ഡയറക്റ്റ് ഡാമേജ് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഡാമേജ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കേടുപാടുകൾ സംഭവിക്കും. എന്തില്? അഗ്രികൾച്ചറിലും ഫിഷറീസിലും ലോക്കൽ ട്രേഡിലും പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഡാമേജ് സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ഡാമേജ്. അപ്പൊ എക്കണോമിക്കലി ലോസസ് 2 ആയിട്ട് ഉണ്ടാകുക. ഡയറക്റ്റ് ഡാമേജും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡാമേജും ഉണ്ട്. ഡയറക്റ്റ് ഡാമേജ് ആയിരിക്കുമ്പോൾ അത് ഏതിനൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഏതിനൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, അഗ്രികൾച്ചറിനെയും ഫിഷറീസിനെയും ലോക്കൽ ട്രേഡിനെയും പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിനെയും ഒക്കെ ഡയറക്റ്റ് ആയി ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്?
ഡയറക്റ്റ് ഡാമേജ്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ഡാമേജ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡയറക്റ്റ് ഡാമേജ് എന്ന് പറഞ്ഞാല് അസസ്മെന്റ് ഇൻക്ലൂഡ് ലോസസ് ഇൻ ടേംസ് ഓഫ് ലൈക്ലി പ്രൊഡക്ഷൻ, ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ്, ഇൻകം. അതായത് നമ്മുടെ ഉൽപാദനത്തിലും ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ്, ഭാവിയിൽ എനിക്ക് അങ്ങനത്തെ ജോലി കിട്ടും, ഭാവിയിൽ എനിക്ക് ഞാൻ ഡോക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെ ഫ്യൂച്ചറിലെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പൊ നമ്മൾക്ക് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മളുടെ എന്തെങ്കിലും ബോഡി പാർട്സ് കേട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താണ്, നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു, ഇങ്ങനെ കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിനെയാണ് ഇൻഡയറക്റ്റ് ഡാമേജ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഡാമേജ് എന്ന് പറയാ. അപ്പൊ ഇൻഡയറക്റ്റ് ഡാമേജ് ആയിരിക്കുമ്പോൾ അസസ്മെന്റ് ഇൻക്ലൂഡ് ലോസസ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ്, ഇൻകം. നമ്മുടെ വരുമാനത്തിലും ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിലും ഉൽപാദനത്തിലൊക്കെ ഇൻഡയറക്റ്റ് ആയി വരുന്ന ഡാമേജിനെയാണ് ഇൻഡയറക്റ്റ് ഡാമേജ് എന്ന് പറയാ. അപ്പൊ എക്കണോമിക് ലോസസ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എക്കണോമിക് ലോസസ് രണ്ട് രീതിയാണ്, ഡയറക്റ്റ് ഡാമേജും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡാമേജും ഉണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ആക്സസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്. ആക്സസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്. എന്താണ് ആക്സസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തിന്റെ പരിണിത ഫലങ്ങളെ വിലയിരുത്തുക. ആരോഗ്യപരമായിട്ടുള്ള പരിണിത ഫലങ്ങളെ എന്ത് ചെയ്യാനാണ് അവിടെ പറയുന്നത്, വിലയിരുത്താനാണ് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ ഇത്. ആക്സസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുക. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യപരമായ കാര്യത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡിസാസ്റ്റേഴ്സ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്, ഹെൽത്ത് റിസ്ക്, വേഴ്സണിങ് ലിവിംഗ് കണ്ടീഷൻ ആർ അഗ്രവേറ്റഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പരിശോധിക്കണം എന്നാ പറയുന്നത് ഇവിടെ? ഒരു ദുരന്തം, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഹെൽത്തിനെ എങ്ങനെയൊക്കെ വിലയിരുത്തണം എന്നാ പറയുന്നത്? ഇമ്പാക്ട് ഓൺ ഹെൽത്ത്, ആരോഗ്യ മേഖല എങ്ങനെയാണ്, ഹെൽത്തിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട്, വേഴ്സണിങ് ലിവിംഗ് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്റെ സാഹചര്യം. വേഴ്സണിങ് ലിവിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിത സാഹചര്യം എങ്ങനെ കടന്നു പോകുന്നു, എങ്ങനെ വഷളാകുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അസാസ് ചെയ്യുക, വിലയിരുത്തുക. അതാണ് അസാസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസാസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ മേഖല എന്തെല്ലാം റിസ്കുകൾ തരണം ചെയ്യുന്നുണ്ട്, വേഴ്സണിങ് ലിവിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതൊക്കെ അവിടെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രല്ല ഫാമിലി, ഒരു കുടുംബത്തെ വെച്ച് നോക്കുമ്പോൾ ഫാമിലീസ് വിത്ത് ഇൻഫാന്റ്, പ്രഗ്നന്റ്, ലാക്റ്റിംഗ് മദേഴ്സ്, ഓൾഡ് ഏജ്ഡ്, ഡിസബിൾഡ്, ക്രോണിക്കലി ഇല്ലേ, HIV പോസിറ്റീവ് മെമ്പേഴ്സ്, ഇതൊക്കെ വിലയിരുത്തണം. ഒരു ഫാമിലിയുടെ ഹെൽത്ത്, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഹെൽത്ത് വിലയിരുത്തുകയാണെങ്കിൽ, ആരോഗ്യം വിലയിരുത്തുകയാണെങ്കിൽ എന്തൊക്കെ നോക്കണം അവിടെ? ഇൻഫാൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അല്ലെ, അതായത് ജനിച്ച ഉടനെയുള്ള കുട്ടികൾ ആരോഗ്യവാന്മാരാണോ, കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള വാക്സിനുകൾ ഉറപ്പാക്കുക. അതാണ് ഇൻഫാൻസിന്റെ പറയുന്നത്. പിന്നെ പ്രഗ്നന്റ്, ലാക്റ്റിംഗ് മദർ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓൾഡ് ഏജ്ഡ്, വയസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഡിസബിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ക്രോണിക്കലി ഇല്ല, അതായത് തുടർച്ചയായിട്ടും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവരെ അകറ്റി നിർത്താതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസാസിങ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്, ആരോഗ്യത്തെ വിലയിരുത്തൽ എന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ കുട്ടികളെ, നമുക്കിനി ഈ യൂണിറ്റിൽ 2 പോയിന്റുകൾ ഉൾപ്പെടുത്താനുണ്ട്. ഏതൊക്കെയാണത്? പ്രധാനമായും 2 പോയിന്റുകളുണ്ട്. അതായത് അസാസിങ് ഫിസിയോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്ററും
അതേപോലെ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ വുമണും. ആ 2 ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ 2 ടോപ്പിക്കിലും കൂടി പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ 8ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് 2 ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്സസിങ് ദ സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എന്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് ആളുകൾ അതായത് മെൻ്റലി ഡിപ്രസ്ഡ് ആവാറുണ്ട്. കുട്ടികളെ, അതേപോലെ തന്നെ മനസ്സിന് വലിയ ശക്തിയൊന്നുമില്ലാത്ത, മനസ്സിനെ തരണം ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ മെൻ്റലി ഡിപ്രസ്ഡ് ആവുക, ഭയങ്കര ഡിപ്രഷൻ നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ നേരിടുന്ന ആളുകളെ കുറിച്ച് വിലയിരുത്തുന്നതാണ് ഏത്? ആക്സസിങ് ദ സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. മനഃശാസ്ത്രവും സാമൂഹികപരമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഫലമായി മനഃശാസ്ത്രപരവും സാമൂഹികപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. നമുക്കറിയാം, ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് മെൻ്റൽ ഡിപ്രഷൻ അവരിലേക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡിസാസ്റ്റർ എഫക്ട് നോട്ട് ഓൺലി ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഡിസാസ്റ്റർ എപ്പോഴും എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയെ എഫക്ട് ചെയ്യുന്നത്? ഫിസിക്കലായിട്ടും മെറ്റീരിയൽ ലൈഫ്, ജീവിതത്തിന്റെ പല വശങ്ങളിലും, അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ ഫിസിക്കലായിട്ടും മെറ്റീരിയൽ ലൈഫുമായിട്ടൊക്കെയാണ് ഡിസാസ്റ്റർ എപ്പോഴും എഫക്ട് ചെയ്യുന്നത്. ഡിസാസ്റ്റർ എഫക്ട് നോട്ട് ഓൺലി ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി ബട്ട് ആൾസോ എഫക്ട് ദം സൈക്കോളജിക്കലി. അപ്പൊ ഇവിടെ നോട്ട് ഓൺലി എന്നാ പറയുന്നത്. അതായത് ഫിസിക്കലായിട്ടും മെറ്റീരിയൽ ലൈഫായിട്ടും എഫക്ട് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ബട്ട് ആൾസോ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈക്കോളജിക്കലി, മനഃശാസ്ത്രപരമായി. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടും മെറ്റീരിയൽ ലൈഫായിട്ടും എഫക്ട് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ അത് നോട്ട് ഓൺലി കുറച്ചേ ഉള്ളൂ. ബട്ട് ആൾസോ കൂടുതലായിട്ടും എന്താണ്? സൈക്കോളജിക്കലി, മനഃശാസ്ത്രപരമായിട്ടാണ് ആളുകളെ ഡിസാസ്റ്റർ കൂടുതൽ എഫക്ട് ചെയ്യുക. മനസ്സിനെയാണ്, ശാരീരികമായിട്ടും മെറ്റീരിയലായിട്ടും ആളുകളെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? സൈക്കോളജിക്കലി എന്ന് പറഞ്ഞാൽ എങ്ങനെ? മനഃശാസ്ത്രപരമായിട്ട്. കാരണം വലിയ ദുരന്തമൊക്കെ കാണേണ്ടി വന്നു കഴിഞ്ഞാല് അത് അവരുടെ മനസ്സിനെ വളരെ അധികം ആഘാതം തട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവര് അങ്ങനെ കാണേണ്ടി വന്ന ജനങ്ങൾ മെന്റലി ഭയങ്കര ഡിസോർഡർ ആയിരിക്കും. അതുകൊണ്ടാണ് വലിയ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈക്കോളജിക്കലി ആണ് എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദിയർ ഇമോഷണൽ റിയാക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് ലൈക്ക് ആങ്കർ. അപ്പൊ എന്തൊക്കെ ഇൻസിഡന്റ് ആണ് ഇതിന്റെ ഫലമായി ഉണ്ടാവുക? പെട്ടെന്ന് ദേഷ്യം, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ, ഒന്നിനും ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, പാനിക് അറ്റാക്ക്, സ്ലീപ്ലെസ്നെസ് എന്നാണോ ശരിക്കൊന്നും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, വിഡ്രോവൽ ഫ്രം ആക്ടിവിറ്റീസ്, ഏത് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാലും അതിന്നൊക്കെ അങ്ങോട്ട് വിഡ്രോ ചെയ്യാത്ത തിരിച്ചു പോരുക, ഇൻക്രീസ്ഡ് ആൻസിറ്റി, നൈറ്റ് മാരസ്, പേടി സ്വപ്നങ്ങൾ കാണുക, നൈറ്റ് മാരസ് ഇൻ ചിൽഡ്രൻസ് ആണ് അങ്ങനത്തെയൊക്കെ സ്വപ്നം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അസാസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഇപ്പൊ എന്താ ടോപ്പിക്ക്? അസാസിങ് ദ സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ. അതായത് ദുരന്തത്തിന്റെ മാനസികവും സാമൂഹികമായിട്ടുള്ള ഇമ്പാക്റ്റുകളെ വിലയിരുത്തുക. എങ്ങനെയാണ് ഇവിടെ വിലയിരുത്തുന്നത്?
ഡിസാസ്റ്റർ എഫക്ട് നോട്ട് ഓൺലി ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി. പൊതുവെ ഡിസാസ്റ്റർ എഫക്ട് ചെയ്യുന്നത് ശാരീരികമായിട്ടോ മെറ്റീരിയൽ ലൈഫിലോ അല്ല, ബട്ട് ആൾസോ സൈക്കോളജിക്കലി ആണ്, മനഃശാസ്ത്രപരമായിട്ടാണ് ഡിസാസ്റ്റർ എഫക്ട് ചെയ്യുന്നത്. സൈക്കോളജിക്കലി ബേസ്ഡ് ആയിട്ടാണ് ഡിസാസ്റ്റർ എഫക്ട് ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് അവിടെ പ്രതിഫലിക്കുക, റിഫ്ലക്ട് ചെയ്യുക? ഇമോഷണൽ റിയാക്ഷൻ, ഇൻക്രീസ് ഇൻസിഡന്റ് ലൈക്ക് ആങ്കർ, ദേഷ്യം, ഇറിറ്റബിലിറ്റി, പാനിക് അറ്റാക്ക്, സ്ലീപ്ലെസ്നെസ്, വിഡ്രോവൽ ഫ്രോം ആക്ടിവിറ്റി, പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു പോരുക, ഇൻക്രീസ്ഡ് ആൻസിറ്റി, നൈറ്റ്മാരസ് ഇൻ ചിൽഡ്രൻ, കുട്ടികൾ പേടി സ്വപ്നങ്ങൾ പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുക. ഇതൊക്കെയാണ് ഇത്തരം സംഭവങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുക? സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ അഫക്റ്റിംഗ് ദ സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആക്സസിങ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ വുമൺ. അതായത് സ്ത്രീകള് ദുരന്തം ഉണ്ടാകുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തുക. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് സ്ത്രീകളിൽ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ് പരിണിത ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് വിലയിരുത്തുകയാണ് ഏത് ചെയ്യുന്നത്? ആക്സസിങ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ വുമൺ. Assessment for women groups is of wider significance because gender analysis is useful to understand activity and the extent of their role in decision making regarding various aspects that govern daily life and might have been affected in the disaster. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അവിടെ ഒരു ജെൻഡർ അനാലിസിസ് ആണ് ആവശ്യം. ജെൻഡർ അനാലിസിസ് ആണ് അവിടെ. സ്ത്രീകളിലും പുരുഷന്മാരിലും എപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അതുമായിട്ട് നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആരേനെ ആയിരിക്കും? സ്ത്രീകളായിരിക്കും. അതുകൊണ്ടാണ് ജെൻഡർ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആക്ടിവിറ്റി ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദിയർ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് വേരിയസ് ആസ്പെക്ട് ഓഫ് ഗവേൺ ഡെയിലി ലൈഫ് ആൻഡ് മേ ഹാവ് ബീൻ എഫക്റ്റഡ് ഇൻ ദ ഡിസാസ്റ്റർ. ഈ സ്ത്രീകളുടെ ജീവിതത്തില് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതേപോലെ തന്നെ നിത്യേനയുള്ള ജീവിതത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ എന്ത് എഫക്ട് ചെയ്യപ്പെടും എന്നാ പറയുന്നത്? ദുരന്തങ്ങൾ അവരേനെ എപ്പോഴും ആ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മകൾ അവരേനെ വളരെയധികം എഫക്ട് ചെയ്യും എന്നാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. These are all concepts of vulnerability, reduction, social inclusion, community participation and gender perspective forming the very important process of damage assessment. അതേപോലെ തന്നെ ഡാമേജ് നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലിലെ പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് ഏതൊക്കെ? വാലറബിലിറ്റി റിഡക്ഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ജെൻഡർ പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ എന്താ? കാഴ്ചപ്പാട്. അപ്പൊ ജെൻഡർ പെർസ്പെക്റ്റീവും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും വാലറബിലിറ്റി റിഡക്ഷനും സോഷ്യൽ ഇൻക്ലൂഷനും ഒക്കെ ഏതിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ്? ഇമ്പോർട്ടന്റ് പ്രോസസ് ഓഫ് ഡാമേജ് അസസ്മെന്റ്. നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലിലെ പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. വാലറബിലിറ്റി ഓഫ് റിഡക്ഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ജെൻഡർ പെർസ്പെക്റ്റീവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 8th യൂണിറ്റ് ബ്ലോക്ക് 2 ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ ബ്ലോക്ക് 2 യൂണിറ്റ് 8. ബ്ലോക്ക് 2 ആണ് യൂണിറ്റ് 8. 8ാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആക്സസിങ് ദ സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സും ആക്സസിങ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ വുമണും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ.